ഇസ്രായേൽ സൈന്യം അടങ്ങിയ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഫലസ്തീനികളെ കാത്തത് നെഞ്ചുലക്കുന്ന കാഴ്ചകൾ. 4 മാസം നീണ്ടുനിന്ന കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം നഗരം വിട്ടത്. ഖാൻ യൂനിസ് 4 മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ ഫലസ്തീനികൾ പറയുന്നു. നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിലേറെയും തരിപ്പണമാക്കിയിട്ടുണ്ട്. നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചുമറിച്ചും വീടുകൾ നാമാവശേഷമാക്കിയുമായിരുന്നു ഇസ്രായേൽ അധിനിവേശം. നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതെയാക്കി. മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ എല്ലാം തകർന്നാലും ഖാൻ യൂനിസ് വിട്ടുപോകില്ലെന്നാണ് ഫലസ്തീനികളുടെ നിലപാട്. അതേസമയം റഫ കരയാക്രമണത്തിന് മുന്നോടിയായാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്നാണ് സൂചന. അതിനിടെ 6 മാസത്തിനിടെ ആദ്യമായി ഗസയിലേക്ക് ഒരു ദിവസം 300-ലേറെ സഹായ ട്രക്കുകളും ഇസ്രായേൽ കടത്തിവിട്ടു. രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമായി 322 ട്രക്കുകൾ ഗസയിലേക്ക് തിരിച്ചത്.